മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വരുന്ന ആദ്യത്തെ ഫ്ലോപ്പ് മൂവി അതിതായിരിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അതല്ല സംഭവിച്ചത്. സാധാരണ എല്ലാ സിനിമയ്ക്കും അമിത പ്രതീക്ഷയും കൊണ്ടാണ് തോന്നുന്നത്. ഇത് അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയൊരു സിനിമയാണ്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഇത് നല്ല രസമുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. അങ്ങനെയാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. വളരെ സിമ്പിൾ ആൻഡ് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു പേസിംഗ് ഒക്കെ ആണെങ്കിലും ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഷെർലോക്ക് ഹോംസിന്റെ പാറ്റേൺ പിടിച്ച് ഒരു അഡാപ്റ്റേഷൻ എന്ന് തന്നെ പറയാം. പക്ഷെ അത് കുറച്ചും കൂടെ കോമിക് ആയിട്ട്, കുറച്ചും കൂടെ നല്ല ലൈറ്ററായിട്ട് ആദ്യത്തെ ഒരു 1.25 മണിക്കൂർ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ. ഹ്യൂമറാണ് എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള കുറേ എലമെന്റുകൾ അവിടെ ഇവിടെ ആയിട്ട് വന്നു പോകുന്നുണ്ട്. കാരണം ഒരു ഡിഫറെന്റ് സ്റ്റൈലുള്ള മേക്കിംഗ് തന്നെ, ട്രീറ്റ്മെന്റ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതായത് സ്ലോ ആൻഡ് സ്റ്റഡി ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നിലോട്ട് കാണിച്ചു തന്ന് അതിനെ തന്നെ പൊളിക്കുക, ബിൽഡ് ചെയ്യുക, പൊളിക്കുക, എന്നിട്ടുണ്ടാവുന്ന ഒരു രസമുണ്ടല്ലോ. ഈ സിംഗർ സർക്കാസ്റ്റിക്ക ഗൗതം മേനോൻ, അത് തന്നെയാണ് ആദ്യം എടുത്ത് പറയേണ്ട ആള്. അതായത് ഗൗതം മേനോൻ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ആൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഞാനൊരു കിട്ടില്ല ഔട്ട് ഓഫ് ദ വേൾഡ് വാവ് ട്വിസ്റ്റ് വേറെ ലെവല് മറ്റേ അമ്മാതിരിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് എന്നാൽ റിയാലിറ്റിയിൽ നിന്ന് എടുത്ത ഒരു ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗൗതം വാസുദേവൻ ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞു തോന്നുന്നു ഈ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഇനിയും സിനിമകൾ വരാമെന്ന്. അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് സ്കോപ്പുള്ള ഒരു ക്യാരക്ടറാണ്, വളരെ രസമുള്ള എന്നാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള. എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പൊള്ളി സാധനം. അതായത് ഒരു ലൈറ്റർ വേർഷൻ ഓഫ് മമ്മൂക്കയല്ലേ. അതായത് അത് വളരെ റെയറായിട്ട് അങ്ങനെ കിട്ടാറുള്ളൂ. അത് അങ്ങനെ ഒരു ക്യാരക്ടർ, അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഫോർമേഷനും എസ്റ്റാബ്ലിഷ്മെൻറ്റും അത് അദ്ദേഹം റെൻഡർ ചെയ്ത രീതിയും ഭയങ്കര രസമായിരുന്നു. ഉടനീളം കണ്ടിരിക്കുന്നു. ഡൊമിനിക്കായിട്ട് ശരിക്കും തകർത്ത ആടിട്ടോ, എന്തൊരു രസമാണ് ക്യാരക്ടർ. എന്താ പറയാ, കോമഡി രീതിയിലാണെങ്കിലും ചില ഡയലോഗുകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര രസം. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിന് അങ്ങനെ നിറഞ്ഞാടാൻ മാത്രമുള്ള കഥാപാത്രമുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഉള്ളത് ചെറുതാണെങ്കിലും മച്ചാൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടൈമിങ് ഗോകുൽ സുരേഷ്. പിന്നെ ഡയലോഗ് ഡെലിവറി പരിപാടിയൊക്കെ ഒന്നാമതായിട്ട് സെൽഫ് ട്രോള്, സെൽഫ് ഹൂക്ക് പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്. തുടക്കം തന്നെ ഷെർലോക്ക് ഹോംസിൻ്റെ റൂമിൻ്റെ അകത്ത് കസബയിലെ മമ്മൂക്കയുടെ പടം വെച്ചേക്കുന്നു. കസബ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ഓർമ്മ വരും. കുഞ്ഞു റെഫറൻസുകളുണ്ട്, ചെറിയ സാധനങ്ങളാണ്, പക്ഷേ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നല്ല രസമായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണാവുന്ന കുറേ ഹ്യൂമർ ഉണ്ട് സിനിമയിൽ. തമാശയുണ്ട്, ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളുണ്ട്, പക്ഷേ ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയില്ലേ. ഒരു ഇത്ര സമയം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കര സംഭവം വന്ന് പിന്നെ ആ ട്വിസ്റ്റിൻ്റെ പുറകെ പോയി അപ്പോൾ നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഹാപ്പനിങ് ഫീലില്ല. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വേളയുടെ പോലത്തെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ്, ഒരു ഭയങ്കര ഫാസ്റ്റ് പേസിലൊക്കെ പോകുന്ന ഒരു വേറെ ലെവൽ ഒരു സാധനമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇത് നിരാശയായിരിക്കും. നമ്മളിങ്ങനെ സീറ്റഡ്ജഡ് ആയിട്ട് ഭയങ്കര ഞെട്ടിക്കുന്ന ട്വിസ്റ്റോടെ അല്ലെങ്കിൽ ത്രില്ലോടെ കാണേണ്ട ഒരു സിനിമയല്ലത്. ഓവറോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ വൈബ് കൊണ്ട് അത് പിടിച്ചിട്ട് വലിയ ബോറടി ഇല്ലാതെ കണ്ടു തീർത്തിട്ടുള്ള ഒരു ചിത്രം. ദാറ്റ് ഈസ് ഡൊമിനിക്.